ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2020 ഒരു ഫാന്റസി ഫിക്ഷൻ മൂവിയായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള നെല്ലി റാപ്പ് മോൺസ്റ്റർ ഏജന്റ് എന്ന സിനിമയാണ്. അപ്പോൾ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ഒരിടത്തൊരിടത്ത് നെല്ലി റാപ്പ് എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇവൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഇവളുടെ കയ്യിലിരിപ്പ് തന്നെയാണ് കാരണം. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവള് ചെയ്യാറുള്ളൂ. ഇപ്പൊ തന്നെ ഇവരുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവളൊരു ഡ്രാമ പെർഫോം ചെയ്യാണ്. ഒരുപാട് മോൺസ്റ്റേഴ്സിന്റെ ചിത്രങ്ങളെല്ലാം വെച്ചിട്ട് അതിന്റെ നിഴൽ ഭിത്തിയിലേക്ക് വീഴുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് എന്നെ മോൺസ്റ്റർ ആക്രമിക്കുന്നുണ്ട്, അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാണ്. ഈ ഒരു ഡ്രാമയുടെ അവസാനമായിട്ട് ഇവളുടെ കയ്യിൽ ഒരു ടൊമാറ്റോ സോസിന്റെ കുപ്പി ഉണ്ടായിരുന്നു. അതിപ്പോ ബ്ലഡ് ആണെന്നുള്ള രീതിയിൽ അവളുടെ മേത്തേക്ക് ചീറ്റിക്കുന്നുണ്ട്. എന്നാൽ അബദ്ധം പറ്റിയിട്ട് ആ ഒരു കുപ്പി നമ്മുടെ ഓഡിയൻസിന്റെ നേരെ തിരിയാണ്. അവിടെ ഉണ്ടായിരുന്ന പിള്ളേരുടെ മേത്തേക്ക് മുഴുവനും ആ ഒരു ടൊമാറ്റോ സോസ് ആവുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും അവിടുന്ന് എണീറ്റ് പോവാണ്. അങ്ങനെ ആ ഒരു നാടകം നൈസായിട്ട് പൊളിയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നെല്ലിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമമാണ്. അവൾ നേരെ ടോയ്ലറ്റിലേക്ക് പോയിട്ട് അവളുടെ ആ ഒരു കോസ്റ്റ്യൂം എല്ലാം ഇപ്പോൾ വലിച്ചിളക്കി കളയാണ്. വളരെ വിഷമത്തില് കണ്ണാടി നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പുറത്തുനിന്ന് അവളുടെ അച്ഛൻ വാതിൽ മുട്ടിയിട്ട് അവളെ വിളിക്കുകയാണ്. നിന്റെ ഡ്രാമ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്നാണ് തോന്നുന്നത്, നിന്റെ ഫ്രണ്ട്സിനെല്ലാം ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് പിന്നീട് വെക്കേഷനാണ്. നെല്ലിയുടെ അമ്മ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവളും അച്ഛനും മാത്രമാണ് വീട്ടിലുള്ളത്. നെല്ലിക്കിപ്പോ വെക്കേഷൻ ആണല്ലോ. ഇവളുടെ അച്ഛന് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ വീട്ടിലെപ്പോഴും അവളുടെ കൂടെ അച്ഛന് ഇരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് നെല്ലിക്ക് ഒരു അങ്കിൾ ഉണ്ട്. ആ അങ്കിളുടെ വീട്ടിലേക്ക് കുറച്ച് ദിവസം ഇവളെ കൊണ്ടു നിർത്താന്ന് നെല്ലിയുടെ അച്ഛൻ തീരുമാനിക്കുകയാണ്. നെല്ലിനോട് ഈ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്കിളുടെ പേര് ഹാനിബാൾ എന്നാണ്. ആ ഹാനിബാൾ അങ്കിൾ എന്ന് പറയുന്നതല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ശരി, നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് നെല്ലി ഇപ്പൊ പറയുന്നുണ്ട്. നെല്ലിക്ക് ഒരു ഡോഗ് ഉണ്ട്. അവന്റെ പേര് ലണ്ടൻ എന്നാണ്. കാറിൽ കയറിയിട്ട് നെല്ലി ഇപ്പോ ലണ്ടനെ കുറച്ചു നേരം കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട്. ഈ ഹാനിബാൾ അങ്കിളുടെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു 7-8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലേ ഹാനിബാളിന്റെ വീട്ടിലേക്ക് എത്തുള്ളൂ. നെല്ലിയും അവളുടെ അച്ഛനും കൂടിയിട്ട് ഇപ്പോൾ രാവിലെ മുതൽ ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു അങ്കിളിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കാടിന്റെ നടുവില് പഴയ ഒരു വലിയ ബംഗ്ലാവ് ആയിരുന്നു ഈ ഒരു ഹാനിബാളിന്റെ വീട്. രണ്ടുപേരും കൂടി ഇപ്പോൾ കാറിൽ വന്ന് ഇറങ്ങാണ്. ഇവർ വരുന്നത് നോക്കിയിട്ട് വീടിന്റെ മുകളിൽ ഒരു ലേഡി നിൽക്കുന്നുണ്ട്. അവരുടെ പേര് ലീന എന്നാണ്. നെല്ലിയും അച്ഛനും കൂടിയിട്ട് ഇപ്പോൾ വീടിന്റെ മുന്നിലേക്ക് വരികയാണ്. അതേസമയത്ത് തന്നെ ലീന വാതിൽ തുറന്ന് പുറത്തു വരുന്നുണ്ട്. ഇവരെ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര നേരം കാത്തിരിക്കുക, അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഇവരെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് ചെന്ന ഉടനെ തന്നെ ഒരു വാക്യൂം ക്ലീനറും ഒരു ബക്കറ്റും നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ഹീറോയിന്റെ അച്ഛനും കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ഒരു വീട് മുഴുവനും ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് രണ്ടുപേരും കിളിപോയി അങ്ങനെ നിൽക്കുകയാണ്. ഹീറോയിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും വീട് വൃത്തിയാക്കാനായിട്ട് വന്നിട്ടുള്ള ആളുകളല്ല, ഇവിടുത്തെ ഹാനിബാൾ അല്ലേ, അവന്റെ സിസ്റ്ററിനെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇത് കേട്ടിഞ്ഞപ്പോ ലീന ഒന്ന് ഷോക്ക് ആവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ആനിയുടെ മോളല്ലേ, നിന്നെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാ, ഇങ്ങോട്ടേക്ക് വാ ചോദിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത്, വീട് ക്ലീൻ ചെയ്യാനായിട്ട് ആളുകളെ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ തെറ്റിദ്ധരിച്ചത്. ഹാനിബാൾ ഇവിടെ ഇല്ല, എന്തായാലും അവൻ വന്നിട്ട് സംസാരിച്ചിട്ട് നീ പോയാൽ മതി എന്നിങ്ങനെ നെല്ലിയുടെ അച്ഛനോട് പറയുന്നുണ്ട്. ലീന ഇപ്പോൾ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഇവർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു റൂമിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ ഇടയിൽ അവിടെ ഒരു റൂം കാണുന്നുണ്ട്. ആ റൂമിന്റെ മുന്നിലായിട്ട് ഒരു വവ്വാലിന്റെ എംബിൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ നെല്ലിക്ക് എന്തൊക്കെയോ സംശയങ്ങളെല്ലാം വരുന്നുണ്ട്. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ, ആ റൂമിൽ എന്താ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ലീന ഇപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് ഈ ഒരു വലിയ വീട്ടില് ഏത് റൂം വേണേലും ഉപയോഗിക്കാം, എങ്ങോട്ട് വേണേലും പോവാം, പക്ഷേ ആ ഒരു റൂമിലേക്ക് മാത്രം ഒരിക്കലും പോകരുത്, അതിനുള്ളിൽ വലിയൊരു മോൺസ്റ്റർ ഉണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലീന നമ്മുടെ നെല്ലിനെ പേടിപ്പിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛനും ചിരി വരുന്നുണ്ട്. ആ ലീന പറയുന്നത് ശരിയാണ് എന്നിങ്ങനെ അച്ഛനും ചിരിച്ചുകൊണ്ട് പറയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും സ്റ്റേ ചെയ്യാനായിട്ടുള്ള ആ ഒരു റൂമിലേക്ക് ലീന ഇവരെ ആക്കിയിട്ടുണ്ട്. ലീന പോയയുടനെ തന്നെ നെല്ലിയുടെ അച്ഛൻ പറയാണ്, എന്തൊരു വലിയ വീടാണ്, ഇവിടെ ശരിക്കും മോൺസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞ സമയത്ത് തന്നെ പെട്ടെന്ന് ലീന വാതിലും തുറന്നിട്ട് അകത്തേക്ക് കയറി വരികയാണ്. ഈ ഒരു കാര്യം കണ്ടുകഴിഞ്ഞപ്പോൾ അച്ഛൻ ശരിക്കും പേടിക്കുകയാണ്. ലീന, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നെല്ലിക്ക് ഞാൻ കുറച്ച് സ്വീറ്റ്സുമായിട്ട് വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് സ്വീറ്റ്സും വെച്ചിട്ട് പോവാണ്. അന്ന് രാത്രി നെല്ലിയുടെ അച്ഛനും നെല്ലിയും കൂടിയിട്ട് ഇവർക്ക് കൊടുത്തുള്ള റൂമിൽ സുഖമായിട്ട് കിടന്നുറങ്ങാണ്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ നെല്ലി എണീക്കുന്നുണ്ട്. ജനൽ വഴി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഇവളുടെ അങ്കിള് വന്നിട്ടുള്ള ആ ഒരു കാറിന്റെ സൗണ്ടായിരുന്നു അവൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അങ്കിള് വന്ന സമയത്ത് തന്നെ ലീനയും കാറിന്റെ അടുത്തേക്ക് പോവാണ്. രണ്ടുപേരും കൂടി ചേർന്നിട്ട് കാറിന്റെ ഡിക്കിയിൽ നിന്നും ഒരു ആളെ പിടിച്ച് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. അയാളുടെ തല വഴി എന്തോ ഒരു തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ചേർന്നിട്ട് അയാളെ പിടിച്ചു വലിച്ചിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് കണ്ട് പേടിച്ചു പോയിട്ടുള്ള നമ്മുടെ നെല്ലിയാണെന്നുണ്ടെങ്കിൽ പുറകെ തന്നെ പോയി നോക്കുന്നുണ്ട്. രാവിലെ ഇവളോട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റൂം ഉണ്ടല്ലോ, ആ ഒരു റൂമിന്റെ ഉള്ളിലേക്കാണ് അയാളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ ഇവര് പിടിച്ചു കൊണ്ടുവന്നത് ഒരു വാമ്പയറിനെ ആയിരുന്നു. അതിനെ ഒരു കൂട്ടിലടച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു വാമ്പയറിനെ പിടിച്ചുകൊണ്ടുവന്ന സമയത്ത് അത് കടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഹാനിബാളിന്റെ കയ്യില് ഒരു മുറിവുണ്ടായിരുന്നു. അതിപ്പോ നെല്ലി ശ്രദ്ധിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചു പോയിട്ടുള്ള നമ്മളെ നെല്ലിയാണെന്നുണ്ടെങ്കിൽ നേരെ ഇവളുടെ അച്ഛന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവളിപ്പോ അച്ഛനോട് വിശദീകരിച്ച് തന്നെ പറയാണ്. രണ്ടുപേരും കൂടിയിട്ട് ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു റൂം തുറന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നെല്ലി പറഞ്ഞതുപോലെ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെറും ഒരു ലൈബ്രറി പോലുള്ള എന്തോ ഒരു സെറ്റപ്പ് മാത്രമായിരുന്നു അത്.
കുറച്ചു നേരം മുന്നേ വന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. ഇവിടെ ഒരു കൂട്ടില് ആ വാമ്പയറിനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഹാനിബൽ അങ്കിളിന്റെ കയ്യിൽ അത് കടിച്ചു എന്നാണ് തോന്നുന്നത്. കയ്യിൽ നിന്ന് ചോരെല്ലാം വരുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടതാണെന്നൊക്കെ അവിടെ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നെ നെല്ലിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ, ആ സമയത്ത് നീ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും, വാ നമുക്ക് ഇവിടെ നിൽക്കണ്ട, റൂമിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് പോവാണ്. ഇപ്പോ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഹീറോയിൻ എണീറ്റ് നോക്കുന്ന സമയത്ത് ലണ്ടൻ അവിടെ കിടന്നിട്ട് നല്ല രീതിയിൽ കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവളിപ്പോ ലണ്ടനെ ചവിട്ടി എണീപ്പിക്കുകയാണ്. എണീച്ച് വാടാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിയിട്ട് വരുന്നുണ്ട്. ഹോളിലേക്ക് വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹാനിബാൾ അങ്കിളും അതുപോലെ തന്നെ ഇവളുടെ അച്ഛനും കൂടിയിട്ട് കഴിഞ്ഞ ദിവസം രാത്രി നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെല്ലി അവളുടെ അച്ഛനോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഡീറ്റെയിൽ ആയിട്ട് അച്ഛൻ ഇപ്പോൾ ഹാനിബാൾ അങ്കിളിനോട് പറയാണ്. ഈ ഒരു സമയത്ത് നെല്ലി അവിടെ നിൽക്കുന്നത് ഹാനിബാൾ കാണുന്നുണ്ട്. ഹാനിബാൾ ഇപ്പോൾ നെല്ലിനെ വിളിക്കുകയാണ്. നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു, നിന്റെ ഇമാജിനേഷൻ അടിപൊളിയാണല്ലോ, നീ സ്മോക്ക് ചെയ്യുന്നോ എന്ന് വെച്ചിട്ട് ഹാനിബാൾ ഒരു സിഗാർ ബോക്സ് അവളുടെ നേരെ നീട്ടാണ്. നെല്ലിയാണെന്നുണ്ടെങ്കിൽ കിളി പോയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഹീറോയിന്റെ അച്ഛൻ ഇപ്പോൾ ചാടി എണീറ്റിട്ട് പറയാണ്, അവള് കുട്ടിയല്ലേ, അവൾ ഇതൊന്നും വലിക്കാറില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവള് കുട്ടിയാണല്ലേ, ഞാൻ ആ ഒരു കാര്യം മറന്നുപോയി. ഓക്കെ നീ ഒന്നും സ്മോക്ക് ചെയ്യാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹാനിബാൾ ഇപ്പോൾ അവിടുന്ന് ചാടി എണീക്കുന്നുണ്ട്. ഈ സമയത്ത് ഹാനിബാളിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുറിവ് നമ്മുടെ ഹീറോയിൻ കാണുകയാണ്. ഈ ഒരു മുറിവ് റിയൽ ആണല്ലേ, അങ്ങനെയാണെങ്കിൽ ഇന്നലെ നടന്നിട്ടുള്ളത് അതൊരു സ്വപ്നമാനായിട്ടുള്ള സാധ്യതയില്ല, എല്ലാം റിയൽ ആണെന്ന് നെല്ലിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഹാനിബാൾ നെല്ലിയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോ പോയിട്ട് ഇനി എപ്പോഴാണ് വരുന്നത്, 2 ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ നെല്ലി അവിടെ വെച്ചിട്ടുള്ള ഒരു ക്രോസ് ബോ കാണുന്നുണ്ട്. അവളിപ്പോ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതെടുത്ത് കളിക്കുകയാണ്. അത് ലോഡഡ് ആയിരുന്നു. അറിയാതെ അവളുടെ കയ്യിൽ നിന്നും അത് ഷൂട്ട് ആവുകയാണ്. ആ ഒരു അമ്പ് നേരെ പോയിട്ട് തറച്ചത് നമ്മുടെ ഹാനിബാളിന്റെ കയ്യിലാണ്. ഒരു സൈഡിൽ നിന്ന് കയറിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ആ ഒരു അമ്പ് എത്തിയിട്ടുണ്ട്. എന്നാൽ ഹാനിബാൾ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൂളായിരുന്നു. ടെൻഷൻ ആവണ്ട, അതൊന്നും കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ നെല്ലിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ നല്ല അത്ഭുതമാണ്. ആ ഒരു അമ്പ് ഇങ്ങേ സൈഡിൽ നിന്ന് കയറിയിട്ട് അങ്ങേ സൈഡിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ടാണോ നിങ്ങൾ കുഴപ്പമില്ല എന്ന് പറയുന്നത്, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിക്കുകയാണ്. എന്നാൽ ഹാനിബാൾ ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്നിങ്ങനെ നെല്ലിയുടെ അച്ഛനോട് പറയുന്നുണ്ട്. നെല്ലിയുടെ അച്ഛൻ പറയാണ്, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഓക്കെ, ഞാൻ പോകുന്നതിന് മുന്നേ ഇവൾക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കാനുണ്ട്, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് നെല്ലിയും കൂട്ടിയിട്ട് അച്ഛനിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്ക് വന്നതാണ്. എനിക്കെന്തോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത്ര ശരിയായിട്ട് തോന്നില്ല, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയാലോ. നെല്ലി പറയാണ്, എനിക്ക് ഈ ഒരു സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അച്ഛൻ ധൈര്യമായിട്ട് പോയിക്കോ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് അവളിപ്പോ ആ ഒരു കാട്ടിലേക്ക് കൊണ്ടുവന്നിടുന്നുണ്ട്. ഇതിനിടയിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലേഡി അവിടെ നിൽക്കുന്നതായിട്ട് നമ്മുടെ നെല്ലി കാണുകയാണ്. ശരീരം മുഴുവനും മൂടി പൊതിച്ചിട്ടായിരുന്നു അവരുണ്ടായിരുന്നത്. അവർ റാക്കിൽ നിന്നും എന്തൊക്കെയോ സാധനങ്ങൾ അവരിപ്പോ അവരുടെ കാട്ടിലേക്ക് എടുത്തിടുന്നുണ്ട്. നെല്ലി അവരെ തന്നെ നോക്കി നിൽക്കുന്ന കഴിഞ്ഞപ്പോ പെട്ടെന്ന് മുഖവും മറിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നെല്ലിയും അച്ഛനും കൂടിയിട്ട് തിരിച്ച് ഈ ഒരു ഹാനിബാളിന്റെ വീട്ടിലേക്ക് തന്നെ വരികയാണ്. പോകുന്നതിന് മുന്നേ ഹീറോയിനെ ഹഗ് ചെയ്തിട്ട്, നിനക്ക് എപ്പോ തിരിച്ച് വീട്ടിലേക്ക് വരണം തോന്നിയോ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്ന് കൂട്ടിക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹാനിബാൾ പറയാണ്, അവളെന്തായാലും വെക്കേഷൻ തീരുന്നവരെ ഇവിടെ നിൽക്കട്ടെ, അവൾക്ക് ഇവിടെ ഒരു കുറവുണ്ടാവില്ല, നീ ധൈര്യമായിട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് നെല്ലിയുടെ അച്ഛനെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അച്ഛൻ പോയ ഉടനെ തന്നെ നെല്ലി ആ ഒരു വീട് മുഴുവനും ചുറ്റി നടന്നങ്ങനെ കാണുന്നുണ്ട്. അവിടെ ഒരുപാട് മൃഗങ്ങളെ അങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അത്ഭുതത്തോടെ അതെല്ലാം തൊട്ടു നോക്കി കളിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. അവസാനമായിട്ട് ലീന ഇവളോട് ഒരു റൂമിലേക്ക് പോരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ആ റൂമിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി ചെല്ലുകയാണ്. ഇന്നലെ രാത്രി ഞാൻ സ്വപ്നമൊന്നും കണ്ടതല്ല, ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ ഒരു ഭാഗം മുഴുവനും ചുറ്റി നടന്ന് നോക്കുകയാണ്. അവിടെ ഒരുപാട് ബുക്കുകൾ ഉണ്ടായിരുന്നു. നെല്ലി ഇപ്പോ ആ ഒരു ബുക്കെല്ലാം എടുത്ത് നോക്കുകയാണ്. ഇതിനിടയിൽ ഒരു ബുക്ക് നിലത്തേക്ക് വീഴുന്നുണ്ട്. നെല്ലി അത് എടുത്തു വെക്കാൻ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ അലമാരയുടെ സൈഡിലായിട്ട് ഒരു സ്വിച്ച് കാണാണ്. ആ സ്വിച്ച് ഞെക്കി നോക്കിയ സമയത്ത് ഈ ബുക്കെല്ലാം വെച്ചിട്ടുള്ള അലമാരയുടെ ബാക്കിലേക്ക് ഒരു ഡോറ് തുറന്നു വരികയാണ്. അവിടെ പുതിയതായിട്ടൊരു റൂം നമ്മുടെ നെല്ലിക്ക് ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൾ അകത്തേക്ക് കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ മോൺസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ എല്ലാം പോയിട്ട് വിശദമായിട്ട് തന്നെ നോക്കുകയാണ്. ഇതിനിടയിൽ അവിടെ ഒരു ഫാമിലി ട്രീ പോലെ എന്തോന്ന് ഇവള് കാണുന്നുണ്ട്. അതിനകത്ത് ഹാനിബാളിന്റെയും നമ്മുടെ ഹീറോയിന്റെ അമ്മയുടെയും നെല്ലിയുടെയും എല്ലാം തന്നെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്താ സംഭവം എന്നറിയാതെ അവൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് പുറകിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അവൾ തിരിഞ്ഞു നോക്കുകയാണ്. നോക്കുമ്പോൾ ലീന അങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ട്. നീ ആരാ, നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അവളിപ്പോ വിളിച്ചു ചോദിക്കുകയാണ്. അവിടെ നിൽക്കുന്നത് ഹീറോയിൻ ആണെന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ ലീന ഒന്ന് കൂളാവുന്നുണ്ട്. നീയായിരുന്നല്ലേ, ഞാൻ വേറെ ആരോ ആണെന്ന് വിചാരിച്ചിട്ട് പേടിച്ചു പോയി, നീ എങ്ങനെ ഇവിടെ വന്ന, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ലീന ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വന്നതെന്നും എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ കാണുന്നതിന്റെ എല്ലാ അർത്ഥം എന്താ, ഹാനിബാൾ അങ്കിളുടെയും എന്റെയും അമ്മയുടെ എല്ലാം പേര് ആ ഒരു ട്രീയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ലീന പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നീ അറിയാനായിട്ടുള്ള സമയമായിട്ടുണ്ട്, വാ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെല്ലിനെ കൂട്ടിയിട്ട് ലീന ഇപ്പൊ പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ബുക്കുകളെല്ലാം നെല്ലിക്ക് ഇപ്പൊ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മോളെ നെല്ലി, നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെയാണ് മോൺസ്റ്റേഴ്സും ജീവിക്കുന്നത്. എന്നാൽ എപ്പോഴാണോ അവർ മനുഷ്യന്മാർക്ക് ഒരു ഭീഷണിയായിട്ട് മാറുന്നത് അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ പേര് മോൺസ്റ്റർ ഏജൻസ് എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു വാമ്പയർ മനുഷ്യന്മാരെ രക്തം കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അയാളെ ഹാനിബാൾ പോയി പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അന്ന് രാത്രി നീ കണ്ടതല്ലേ. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, നിന്റെ അമ്മയും ഞാനും ഹാനിബാൾ അങ്കിളും എല്ലാവരും തന്നെ
ഈ ഒരു മോൺസ്റ്റർ ഏജൻസ് ആണ്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ഏജന്റുമാര് വേറെയുണ്ട്. നമ്മുടെ ഈ ഒരു കുടുംബം ഏകദേശം 400 വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഒരു മോൺസ്റ്ററിനെ പിടിക്കാൻ പോയ സമയത്താണ് നിന്റെ അമ്മയെ കാണാതെയായത്. ഈ ഒരു കാര്യങ്ങളൊന്നും പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു കാർ ആക്സിഡന്റ് ആയിരുന്നു എന്നിങ്ങനെ പറഞ്ഞത്. ലീന ഇപ്പോൾ നെല്ലിയുടെ അമ്മ വലിയൊരു മോൺസ്റ്ററിനെ പിടിച്ചിട്ട് അതിന് കൂടെ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം നെല്ലിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അവളുടെ അമ്മ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ബാഡ്ജും നമ്മുടെ നെല്ലിക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ, നിന്റെ അമ്മയുടെ ലെഗസി നീ കണ്ടിന്യൂ ചെയ്യുന്ന എനിക്കറിയാം, ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മോൺസ്റ്റർ ഏജന്റ് ബാഡ്ജ് ലീന നമ്മുടെ ഹീറോയിന് കൊടുക്കുകയാണ്. ആ ഒരു ബാഡ്ജ് കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന് ചെറുപ്പത്തിൽ അവളുടെ അമ്മയുടെ കൂടെ ഇരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട്. ഈ ഒരു സമയത്തേക്കും ഹാനിബാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലീന, ഇവളെന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാര്യങ്ങളൊന്നും നീ ഇവളോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാനിബാൾ നേരെ വന്നിട്ട് ഹീറോയിന്റെ കണ്ണും പൊത്തി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ അവളുടെ കണ്ണിന് മുന്നിലേക്ക് ഒരു ലോക്കറ്റ് ഇങ്ങനെ തൂക്കിയിടുന്നുണ്ട്. ഈ ലോക്കറ്റിലേക്ക് എന്നെ ശ്രദ്ധിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഹിപ്നോട്ടൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാനിബാള്. എന്നാൽ നമ്മുടെ നെല്ലി പറയാണ്, അങ്കിൾ നിങ്ങൾ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് എന്റെ മനസ്സിൽ നിന്നും ആ ഒരു കാര്യങ്ങളെല്ലാം മായ്ച്ചു കളയാനായിട്ടാണോ ശ്രമിക്കുന്നത്? നമ്മളെല്ലാം മോൺസ്റ്റർ ഏജൻസ് ആണെന്നുള്ളതാണോ മറക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹാനിബാളിന്റെ കിളി പോവാണ്. പതിവ് പോലെ ഈ പ്രാവശ്യം എന്റെ ഹിപ്നോട്ടൈസിങ് പാളിയില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത സീനില് ടോൾ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു മോൺസ്റ്റർ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന കുട്ടിയെ കട്ടെടുത്തിട്ട് അവിടുന്ന് പോയിട്ടുണ്ട്. ആ ഒരു വാർത്തകളെല്ലാം ഫോട്ടോ സഹിതം ഇപ്പോൾ പത്രത്തിൽ വന്നിരിക്കുകയാണ്. ഹാനിബാളും ലീനയും കൂടിയിട്ട് ആ ഒരു ന്യൂസ് എല്ലാം വായിക്കുന്നുണ്ട്. നമ്മൾ മോൺസ്റ്റേഴ്സിനെ ഡീൽ ചെയ്യുന്ന രീതി അത് ഒരുപാട് പഴകിയിട്ടുണ്ട്. ആ ഒരു രീതികളിൽ നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കൂ എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ഹാനിബാൾ പറയുന്നുണ്ട്, വിൻസെന്റ് പുതിയതായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കേട്ടിരുന്നോ, നമുക്ക് പെട്ടെന്നൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഇവർ പറഞ്ഞിട്ടുള്ളതുപോലെ ആ ഒരു മീറ്റിംഗ് ഡിസൈഡ് ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരുപാട് വണ്ടികൾ ഇവർ ഈ ഒരു കോട്ടയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഇവരെല്ലാം ആരാണ് എന്നൊക്കെ ലീനോട് ചോദിക്കുന്നുണ്ട്. ഇവരെല്ലാവരും മോൺസ്റ്റർ ഏജൻസ് ആണ്. എന്നാൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ സാധാരണ ആളുകളെ പോലെയാണ് ഇവർ ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇവർ മോൺസ്റ്റർ ഏജന്റ് ആയിട്ട് മാറും. എന്നിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തു തീർക്കും. ഈ ഒരു ഗ്രൂപ്പിൽ വിൻസെന്റ് എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. അവനാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ. അവൻ വന്ന സമയത്ത് തന്നെ ഹീറോയിൻ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇത് നമ്മുടെ ആനയുടെ മോളാണോ? കാണാനായിട്ട് ശരിക്കും അവളെ പോലെ തന്നെയുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവളെ നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ മീറ്റിംഗ് തുടങ്ങുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പീക്കറിൽ അലാറം അടിക്കുകയാണ്. അങ്ങനെ ഒരു അലാറം വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഏതോ ഒരു മോൺസ്റ്റർ കാരണം എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മോൺസ്റ്ററിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ഹീറോയിൻ നേരെ ഹാനിബാളിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്കിൾ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, എന്നെ കൂടി കൊണ്ടുപോയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ ഹാനിബാൾ ആണെന്നുണ്ടെങ്കിൽ ഇല്ലല്ല, ഈ പ്രാവശ്യം നീ വരേണ്ട ആവശ്യമില്ല, അടുത്ത പ്രാവശ്യം നിന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ആ ഒരു ട്രക്കിൽ കയറിയിട്ട് ബാക്കിയുള്ളവരുടെ കൂടെ അവിടുന്ന് പോവുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നതിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവളിപ്പോൾ അവളുടെ സൈക്കിൾ എടുത്തിട്ട് ഈ ട്രക്കിന്റെ പുറകെ തന്നെ വെച്ച് പിടിക്കുകയാണ്. മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചവിട്ടിയിട്ടുണ്ടെങ്കിലും ആ ഒരു ട്രക്കിനെ പിടിക്കാനൊന്നും അവളെ കൊണ്ട് സാധിക്കില്ലല്ലോ. കുറെ ദൂരം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു ട്രക്ക് ഇവൾക്ക് മിസ്സാവുകയാണ്. നെല്ല ഇപ്പോൾ ആ ഒരു സൈക്കിൾ അവിടെ നിർത്തിയിട്ട് അടുത്തതായി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ലണ്ടൻ എന്തോ ഒരു മണം പിടിച്ചിട്ട് അവിടുന്ന് വേറൊരു ഡയറക്ഷനിലേക്ക് പോവാണ്. ഹീറോയിനും അവളുടെ സൈക്കിൾ വെച്ചിട്ട് ലൂക്കയുടെ പുറകെ തന്നെ പോയി നോക്കുന്നുണ്ട്. നെല്ല അവളുടെ അച്ഛന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗേളിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അവൾ ആക്ച്വലി ഫ്രാങ്കൻസ്റ്റൈൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മോൺസ്റ്റർ ആയിരുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പത്തൊട്ടിക്ക് ബാക്കിൽ ഒളിച്ചിരിക്കുകയാണ്. വിൻസെന്റ് അവന്റെ ബൈനോക്കുലർ വെച്ചിട്ട് അവളെ കണ്ടുപിടിക്കുന്നുണ്ട്. അവളൊരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ ആണ്. നമ്മളുടെ ട്രഡീഷണൽ രീതിയിൽ അവൾ എങ്ങനെ പിടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് ഒരു ആയുധം പുറത്തെടുക്കുന്നുണ്ട്. 2 ചങ്ങലകളുടെ അറ്റത്ത് ഇരുമ്പിന്റെ ബോളുകൾ ഘടിപ്പിച്ചതായിരുന്നു ആ ഒരു ആയുധം എന്ന് പറയുന്നത്. അവനിപ്പോ അതും വീശിക്കൊണ്ട് ആ ഒരു ഫ്രാങ്കൻസ്റ്റൈന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ആ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അവനെടുത്ത് ആ ഒരു കുപ്പത്തൊട്ടിയിലേക്ക് തന്നെ ഇട്ടിട്ട് അവിടുന്ന് നൈസായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. ഈ ഒരു സംഭവം കൂടി ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വിൻസെന്റ് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. പഴയ രീതി എപ്പോഴും വർക്കാവണമെന്നില്ല, ഇതുങ്ങളെല്ലാം അടക്കി നിർത്താനായിട്ട് ഞാനൊരു പുതിയ പരിപാടി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് മീറ്റിംഗിൽ വെച്ച് പറയാന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് ലണ്ടൻ ഓടിയിട്ട് ഒരു പഴയ ബംഗ്ലാവിന് മുന്നിലെത്തി നിൽക്കുന്നുണ്ട്. ഹീറോയിനും ഇപ്പോൾ ഓടിയിട്ട് അവന്റെ ഒപ്പം എത്തുകയാണ്. ഈ കാടിന്റെ ഉള്ളിൽ എങ്ങനെ ഇത്രയും വലിയൊരു വീട് വന്നത് എന്നൊക്കെയുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കാരണം അവളിപ്പോ വീടിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നുണ്ട്. ആ ഒരു സ്ഥലം മുഴുവനും ഒരുപാട് ചിലന്തി വലകൾ ഉണ്ടായിരുന്നു. അവള് പിന്നെയും മുന്നോട്ടേക്ക് നടന്നു പോവാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ബാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ബിസ്ക്കറ്റുകൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സയന്റിസ്റ്റിനെ പറ്റിയിട്ടുള്ള പേപ്പർ കട്ടിങ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഒരുപാട് കെമിക്കൽസും പിന്നെ ഈ ഒരു ഷോക്ക് അടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ പെട്ടിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ലാബ് മാതിരി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെല്ലയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പുറത്തുനിന്ന് ആരോ അകത്തേക്ക് വരുന്ന രീതിയിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അത് കേട്ട് പേടിച്ചിട്ട് അവൾ അവിടുന്ന് പോവാൻ തുടങ്ങുകയാണ്. എന്നാൽ നമ്മുടെ ലണ്ടൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബിസ്ക്കറ്റും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഞാനിനി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു കാലടി ശബ്ദം ഇവൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് അടുത്തടുത്ത് വരുന്നുണ്ട്. നെല്ലയ്ക്ക് ഇപ്പോൾ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന
ഉണ്ടായിരുന്ന ഒരു സോഫയുടെ പുറകിലേക്ക് അവൾ പോയി ഒളിച്ചിരിക്കുകയാണ്. അവിടേക്ക് വന്നത് മറ്റാരും ആയിരുന്നില്ല, ഇവള് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ലേഡി തന്നെയായിരുന്നു അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അവൾ നേരെ നടന്നു വന്നിട്ട് ഈ ഒരു സോഫയുടെ അടിയിലേക്ക് നോക്കുന്നുണ്ട്. അതിനുശേഷം അത്രയും വെയിറ്റ് ഉള്ള ആ ഒരു സോഫ ഒറ്റ കൈ കൊണ്ട് എടുത്ത് പൊക്കുകയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അവളിപ്പോ ലണ്ടനെ കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ഇതേ സമയത്ത് മോൺസ്റ്റർ ഏജൻസിന്റെ ആ ഒരു മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിൻസെന്റ് അവന്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ കാണിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ, ഇതാണ് എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ. എന്റെ സ്കൂളിലുണ്ടായിരുന്ന പിള്ളേർ മുഴുവനും എന്റെ ഈ ഒരു പല്ല് കാണിച്ചിട്ട് എന്നെ ഒരുപാട് ബുള്ളി ചെയ്യായിരുന്നു. അങ്ങനെ ഒരു പയ്യനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ആൽഫ മെയിലായിട്ട് അങ്ങനെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ ഇങ്ങനെ SP അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് എല്ലാവർക്കും ബോറടിക്കുന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ നേരെ വിഷയത്തിലേക്ക് വരികയാണ്. കുറെ കാലം മുന്നേ തന്നെ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളെല്ലാം വർക്ക് ആവുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു ലാബ് സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെയർവൂൾഫുകളുടെ നഖവും രോമവും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവരെ സാധാരണ ഒരു മനുഷ്യനാക്കി മാറ്റണം. അതേപോലെ തന്നെ വാമ്പയറുകളുടെ പല്ല് കട്ട് ചെയ്ത് കളയുക, സോംബികളെ കൊണ്ട് പച്ചക്കറി തീറ്റിക്കുക, അങ്ങനെ ചില ട്രീറ്റ്മെന്റ്സിലൂടെ അവരെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഈ ഒരു രീതി ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എല്ലാ മോൺസ്റ്റേഴ്സിനൊന്നും നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ ആ ഒരു കൂട്ടത്തിലുള്ള ആളുകൾ പറയാണ്. അത് എനിക്കും അറിയാം, അങ്ങനെ ചേഞ്ച് ആവാത്ത മോൺസ്റ്റേഴ്സിനെ നമ്മൾ തേടി പിടിച്ച് കൊന്നു കളയണം, അതല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ ഹാനിബാളിന് അത്ര ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ആശാനും ഇപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാണ്. ഈ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഹീറോയിനും എത്തിയിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ ഓടിപ്പോയിട്ട് ആ ഒരു ലൈബ്രറിയിൽ നിന്നും മോൺസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ബുക്കുകളെല്ലാം കളക്ട് ചെയ്യാണ്. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പഠിക്കുന്നുണ്ട്. വാമ്പയറുകള്, വെയർവൂൾഫുകള്, യക്ഷികള്, പ്രേതങ്ങള്, അങ്ങനെ ഒരു 100 കണക്കിന് വരുന്ന മോൺസ്റ്റേഴ്സിനെ പറ്റിയിട്ട് ആ ഒരു ബുക്കിലുണ്ടായിരുന്നു. അവൾ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു വരുന്ന സമയത്ത് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോൺസ്റ്ററിനെ പറ്റിയിട്ടും അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സയന്റിസ്റ്റുകളെ കൊണ്ട് മാത്രമേ ഈ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്ററിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരുപാട് മൃതശരീരങ്ങളിൽ നിന്നും പല അവയവങ്ങളായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് തുന്നി ചേർക്കും. അതിനുശേഷം ഒരു ടേബിളിൽ വെച്ചിട്ട് അതിന് കറന്റ് ഷോക്ക് കൊടുക്കും. അങ്ങനെയാണ് ഈ ഒരു മോൺസ്റ്റേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റേഴ്സിന് ഒരുപാട് പവർ ഉണ്ടാവും. ഈ ഒരു കാര്യമെല്ലാം വായിച്ച സമയത്ത് അവള് ആ ഒരു പഴയ വീട്ടിൽ കണ്ട കാര്യങ്ങളെല്ലാം ഓർമ്മ വരാണ്. അവിടെ ഒരു ലാബ് സെറ്റപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ കറന്റ് ഷോക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ടേബിൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നെല്ലി ആ ഒരു സോഫയുടെ അടിയിൽ ഒളിച്ചിരുന്ന സമയത്ത് ആ പെൺകുട്ടി വന്നിട്ട് ഒറ്റ കൈ കൊണ്ടാണ് ആ ഒരു സോഫ എടുത്ത് പൊക്കിയത്. ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ അവൾ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ ആണെന്നുള്ളത് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ നേരെ പോയിട്ട് അവളുടെ അമ്മയുടെ ആ ഒരു ബാഡ്ജ് കയ്യിലെടുക്കുകയാണ്. ഞാൻ അമ്മയെ പോലെ ഒരു മോൺസ്റ്റർ ഏജന്റ് ആവാൻ പോവാണ്, ആ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്ററെ ഞാൻ പിടിച്ചു കിട്ടുന്ന പറഞ്ഞിട്ട് അവളിപ്പോ ചില ആയുധങ്ങളെല്ലാം ബാഗിൽ കുത്തി നിറയ്ക്കുന്നുണ്ട്. 2 തലേണ എടുത്തിട്ട് അവളുടെ ശരീരത്തിലൊക്കെ കെട്ടിവെക്കുകയാണ്. അത് പോരാത്തതിന് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഹെൽമെറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. രാത്രിയായ സമയത്ത് ഇവള് നേരത്തെ പോയിട്ടുള്ള ആ ഒരു പഴയ വീട്ടിലേക്ക് പോവാണ്. മെല്ലെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോയിൻ അവളുടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം വല ഈ ഫ്രാങ്കൻസ്റ്റൈന്റെ മുകളിലേക്ക് ഇട്ടാണ്. ഞാൻ നിന്നെ പിടിച്ചു, നിന്നെ കീഴടക്കി എന്നൊക്കെ അവളിപ്പോ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ വലയെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ പൊട്ടിച്ച് കളയുന്നുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അവള് 100 പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ലണ്ടനും അവളുടെ പിന്നാലെ തന്നെ വരുന്നുണ്ടായിരുന്നു. ഇവള് പോകുന്ന വഴിക്കുണ്ടായിരുന്ന ആ ഒരു കാട്ടില് ഒരു വെയർവൂൾഫ് ഉണ്ടായിരുന്നു. ഇന്ന് ഫുൾ മൂൺ ആയതുകൊണ്ട് തന്നെ അത് അതിന്റെ വൂൾഫ് ഫോമിലേക്ക് മാറിയിട്ട് നമ്മുടെ ഹീറോയിനെ ഇപ്പോൾ ചേസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോയിൻ ഇപ്പോൾ പേടിച്ച് മുന്നോട്ടേക്ക് തന്നെ ഓടുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിൽ തട്ടിയിട്ട് നിലത്ത് വീണ് അവളുടെ ബോധം പോവുകയാണ്. ഇപ്പോൾ വെയർവൂൾഫ് നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അതേസമയത്ത് തന്നെ ആ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ പെൺകുട്ടിയില്ലേ, അവള് കയ്യിലൊരു തീപ്പന്തൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഈ വെയർവൂൾഫിനെ അത് കാണിച്ച് പേടിപ്പിച്ച് അവിടുന്ന് ഓടിക്കുകയാണ്. മയങ്ങി കിടക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിനെ എടുത്ത് തോളത്തിട്ടിട്ട് ഫ്രാങ്കൻസ്റ്റൈൻ ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഹീറോയിന് ബോധം വരികയാണ്. കണ്ണു തുറന്ന സമയത്ത് അവള് കണ്ടത് ആ ഒരു പെൺകുട്ടിയായിരുന്നു. ഹീറോയിന് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അവളിപ്പോ ചാടി എണീക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ പെൺകുട്ടി ഇപ്പൊ പറയുന്നുണ്ട്, നിന്റെ തലയിൽ വന്നിട്ടുള്ള മുറിവിനൊക്കെ ഞാൻ മരുന്ന് വെച്ചോണ്ടിരിക്കുകയാണ്, കുറച്ചു നേരം കൂടി അവിടെ അടങ്ങി കിടക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഹീറോയിനും ഇപ്പോൾ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ കിടക്കാണ്. അവിടെ എങ്ങനെ കിടന്ന് അവൾ അറിയാതെ തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. കണ്ണു തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൾ കിടക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് അവൾക്കായിട്ട് ഒരു കപ്പ് കാപ്പിയും കുറച്ച് ബിസ്ക്കറ്റുകളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നെല്ല ഇപ്പോൾ ആ ഒരു കോഫിയിലെടുത്ത് കുടിച്ചിട്ട് ആ ഒരു റൂമെല്ലാം ചുറ്റി നടന്ന് കാണുന്നുണ്ട്. അവിടെ ആ ഒരു പെൺകുട്ടി ഉണ്ടാക്കിയിട്ടുള്ള സയന്റിസ്റ്റും ഈ ഒരു പെൺകുട്ടിയും ചേർന്നെടുത്തുള്ള ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ഇപ്പോൾ മെല്ലെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി നമ്മുടെ ലണ്ടനെ അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനെ കണ്ടതും അവള് ചാടി എണീറ്റിട്ട് അവൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നിനക്ക് ബേക്കിംഗ് എല്ലാം അറിയോ എന്നിങ്ങനെ നമ്മുടെ നെല്ല ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഇപ്പൊ പറയാണ്, എന്റെ ഉള്ളിലുള്ള ഹൃദയം അത് ഒരു ഷെഫിന്റെ ആണ്, പിന്നെ കുറെ കാര്യങ്ങളെല്ലാം എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ്, നീ ഒരു നല്ല ആളാന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു, നിന്നെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയും ഇപ്പോ നമ്മുടെ ഹീറോയിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. ഇവളെ ഉണ്ടാക്കാനായിട്ട് ആ സയന്റിസ്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്ലൂ പ്രിന്റ് ഒക്കെ നമ്മുടെ ഹീറോയിൻ ഇപ്പോ അവള് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ പേര് റോബർട്ട എന്നാണ്. ഇപ്പോ ഒരു 100 വർഷം മുന്നേയുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഒരു സയന്റിസ്റ്റ് പല ഡെഡ് ബോഡികളിൽ നിന്നും ഓരോരോ
അവയവങ്ങളായിട്ട് മോഷ്ടിച്ചുകൊണ്ടെന്ന് അതെല്ലാം ഒരുമിച്ച് തുന്നി ചേർത്തിട്ട് ആ ഒരു ബോഡിയിലേക്ക് ഷോക്ക് എല്ലാം കൊടുത്തിട്ടാണ് ഇവളെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അവളെ ഭയങ്കരമായി അണിയിച്ചൊരുക്കിയിട്ട് സ്വന്തം മകളെ പോലെയായിരുന്നു ആ ഒരു സയന്റിസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നിന്റെ ഉള്ളിലുള്ളത് ഒരു ഷെഫിന്റെ ഹൃദയമല്ലേ? എനിക്കും കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു കേക്ക് ഷോപ്പ് തുടങ്ങാം. അങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാന്ന് പറഞ്ഞിട്ട് റോബർട്ടയ്ക്ക് ആ ഒരു ലേഡി ബേക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു ബേക്കിംഗ് എല്ലാം പഠിച്ചെടുക്കാനായിട്ട് ഇവൾക്ക് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സയന്റിസ്റ്റിനാണെങ്കിൽ ഒരുപാട് വയസ്സായിട്ടുണ്ടായിരുന്നു. അധികകാലം കഴിയുന്നതിന് മുന്നേ തന്നെ റോബർട്ടയുടെ മുന്നിൽ വെച്ചിട്ട് ആ സയന്റിസ്റ്റ് മരിച്ചു പോവാണ്. റോബർട്ട് ഇപ്പോൾ ഒരുപാട് കരയുന്നുണ്ട്. അതിനുശേഷം അവള് ഒറ്റയ്ക്കാണ് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത്. എന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു കേക്ക് ഷോപ്പ് ഉണ്ടാക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു ചെയിൻ അതിനുള്ളിലുള്ള ലോക്കറ്റ് തുറന്നിട്ട് നമ്മുടെ ഹീറോയിന് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ആ ഒരു സയന്റിസ്റ്റിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഇത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിനും ഒരുപാട് വിഷമമാണ്. എല്ലാവരും വിചാരിക്കുന്നത് നിങ്ങളൊക്കെ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളാണെന്നാണ്. എന്നാൽ എനിക്ക് നീ ഒരു പാവമായിട്ടാണ് തോന്നുന്നത്. ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനൊക്കെ നീ മീറ്റ് ചെയ്യാറുണ്ടോ എന്നിങ്ങനെ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ചോദിക്കുകയാണ്. 1980 ഇവിടെ വെച്ചിട്ട് വലിയൊരു പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് മോൺസ്റ്റേഴ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നീട് അവരെല്ലാവരും തന്നെ അവരുടേതായിട്ടുള്ള ആ ഒരു ഇനത്തിന്റെ കൂടെ പോയി ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമാവുന്നുണ്ട്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഒരു കേക്ക് ഷോപ്പ് തുടങ്ങണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ നിനക്കറിയുന്ന എല്ലാ മോൺസ്റ്റേഴ്സിനും വിളിക്ക്, നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു പാർട്ടി സെറ്റ് ചെയ്യാം, എല്ലാവരും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് റോബർട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാപ്പി ആവുകയാണ്. രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു വീട് മുഴുവനും വൃത്തിയാക്കുന്നുണ്ട്. അതുപോലെ റോബർട്ടേക്ക് അറിയുന്ന എല്ലാ മോൺസ്റ്റേഴ്സിനും ഇപ്പോൾ ലെറ്റർ എഴുതുകയാണ്. അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഡെലിവറി ചെയ്യാനായിട്ടുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഇത് ഡെലിവറി ചെയ്യാനായിട്ട് അവരൊരു വീട്ടിലെത്തിയിരിക്കുകയാണ്. ആ വീടിന്റെ ഉള്ളിൽ ഒരു ശവപ്പെട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പെട്ടി ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിൽ നിന്നും ഒരു വാമ്പയർ പുറത്തേക്ക് വരികയാണ്. ഹീറോയിൻ ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ലെറ്റർ എടുത്ത് ഉള്ളിലിട്ടതിന് ശേഷം അവിടുന്ന് പോവുകയാണ്. നമ്മുടെ ഹീറോയിനെ കാട്ടിൽ വെച്ചിട്ട് ഒരു വെയർവൂൾഫ് ഓടിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ആ ഒരു വെയർവൂൾഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു കോഫി ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. റോബർട്ട് ഇപ്പോൾ പറയാണ്, ഫുൾ മൂണുള്ള ദിവസം മാത്രമേ ഇവർ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ ഇവരെല്ലാവരും വെറും പാവങ്ങളാണ്. രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ വെയർവൂൾഫിനും ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇവർ പോയത് ഒരു ചർച്ചിലേക്കായിരുന്നു. അവിടെ 2 ഗോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു ഗോസ്റ്റിനെ കത്തി വെച്ച് കുത്തിയാണ് കൊന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ വയറ്റിൽ ഇപ്പോഴും ആ ഒരു കത്തിയുണ്ട്. രണ്ടുപേരും ചേർന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് തന്നെ ഒരു അപ്പാപ്പൻ വാതിലും തുറന്ന് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ഇയാളെ കണ്ട സമയത്ത് തന്നെ അവർ രണ്ടുപേരും ഡിസപ്പിയർ ആയി പോവുകയാണ്. അപ്പാപ്പനും ഇത് കണ്ട് ഷോക്കായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും റോബർട്ടയും ഇതെല്ലാം കണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരിപ്പോ ആ ഒരു ഗോസ്റ്റുകൾക്കും കത്ത് കൊടുത്തിട്ട് അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കേക്കുകളെല്ലാം അവർ ഒരുമിച്ച് തന്നെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു പരിപാടിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വിൻസെന്റിനെ കാണിക്കുകയാണ്. വിൻസെന്റിന് അവന്റെ ലാബിൽ നിന്നും ഒരു കോൾ വരുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ പറയാണ്, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഒരു മോൺസ്റ്ററും നമ്മൾ വിചാരിച്ചതുപോലെ മാറുന്നില്ല എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിൻസെന്റ് ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹാനിബാളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിൻസെന്റ് പറയാണ്, നമ്മൾ വിചാരിച്ചതുപോലെ ആ ഒരു മോൺസ്റ്റേഴ്സ് ഒന്നും മാറാനായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് എല്ലാ എണ്ണത്തിനെയും നമ്മൾ വേട്ടയാടി കൊല്ലാൻ പോവാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ വിൻസെന്റും അവന്റെ മൊത്തം ടീമും കൂടിയിട്ട് യുദ്ധത്തിനൊക്കെ പോകുന്ന രീതിയിൽ ആ ഒരു മോൺസ്റ്റേഴ്സിനെ തേടി ഇറങ്ങുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവളിപ്പോ റോബർട്ടിനോട് ഞാൻ ഇതേപോലെ ഒരു മോൺസ്റ്റർ ഏജന്റ് ആണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ റോബർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇവള് പറയുന്നൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. ഇനി നമുക്ക് അധികം സമയമില്ല, ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്, എന്താണെങ്കിലും നമുക്ക് ഈ ഒരു പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് വിൻസെന്റിന്റെ ആ ഒരു ടീം നാട് മുഴുവനും മോൺസ്റ്റേഴ്സിന് വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാമ്പയറിനെ തെരഞ്ഞിട്ട് അവൻ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് പോയി നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വെയർവൂൾഫ് ജോലി ചെയ്യുന്ന ആ ഒരു കോഫി ഷോപ്പിലേക്കും ഇവർ പോയി നോക്കുകയാണ്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ലീന ഇപ്പോ ഈ ഒരു ഗോസ്റ്റുകളെ പിടിക്കാനായിട്ട് പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. ഈ ഒരു മോൺസ്റ്റേഴ്സ് എല്ലാം എവിടെയാ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോബർട്ടയുടെ വീട്ടിൽ നടക്കുന്ന ആ ഒരു പാർട്ടിയിലേക്ക് വന്നതാണ്. എല്ലാ മോൺസ്റ്ററുകളും ഇവിടെ എത്തിയതിനു ശേഷം അവസാനമായിട്ടാണ് ആ 2 ഗോസ്റ്റുകളും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. റോബർട്ട് ഇപ്പൊ പറയാണ്, ഒരു 100 വർഷം മുന്നേ ഇതേപോലെ ഒരു പാർട്ടി ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇപ്പോഴാണ് ഒന്ന് ഒത്തുകൂടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് ഒരുപാട് കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ വളരെ സന്തോഷത്തോടെ തന്നെ അവൾ പറയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഹാനിബാളും ലീനയും കൂട്ടിയിട്ട് അതിലെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മോൺസ്റ്റേഴ്സിനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഡിവൈസില് ഇപ്പോ ഭയങ്കരമായിട്ട് റീഡിങ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മോൺസ്റ്റേഴ്സ് ഈ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുകയാണ്. ഉടനെ തന്നെ ഹാനിബാള് വിൻസെന്റിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു സിഗ്നൽ ട്രാക്ക് ചെയ്തിട്ട് റോബർട്ടിയുടെ ആ ഒരു വീടിന് അങ്ങോട്ടേക്ക് പോവാണ്. ചില ടീൻ ഫുഡുകളൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ ഹീറോയിൻ അവളുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു. ഈ ഒരു സമയത്ത് വിൻസെന്റ് അവളെ വിളിക്കുന്നുണ്ട്. നീ ഞങ്ങളുടെ കൂടെ ഇന്ന് മോൺസ്റ്റർ ഹണ്ടിങ്ങിന് വരുന്നോ? നിന്റെ അങ്കിള് ഒരുപാട് മോൺസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, വാ നമുക്ക് അവിടെ പോയിട്ട് അവരെ ഹണ്ട് ചെയ്യാന്നൊക്കെ പറയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ നമ്മുടെ നെല്ലയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവളിപ്പോ നേരെ റോബർട്ടിയുടെ വീടിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഓടുകയാണ്. ഇവിടെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് റോബർട്ട്
റോബോട്ട് നമ്മുടെ ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു വാമ്പയർ ആണെന്നുണ്ടെങ്കിൽ കോഫിയൊക്കെ ആയിട്ട് റോബോട്ടയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ റോബോട്ടയ്ക്ക് ഒരുപാട് അത്ഭുതമാണ്. നിങ്ങൾ കോഫിയെല്ലാം കഴിക്കുമോ? നിങ്ങൾ പൊതുവേ രക്തമല്ലേ കഴിക്കാറുള്ളത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പണ്ടത്തെ കാര്യമില്ലേ, ഞാൻ വീഗനായിട്ട് മാറിയിട്ടുണ്ട്. ഒരു കോർപ്പറേറ്റ് കമ്പനി പച്ചക്കറികളിൽ നിന്നും രക്തത്തിന്റെ ടേസ്റ്റ് ഉള്ള ഒരു ലിക്വിഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാൽ അതിലെല്ലാ ന്യൂട്രീഷൻസും ഉണ്ട്. ഞാനിപ്പോൾ മോസ്റ്റ്ലി അത് മാത്രമാണ് കഴിക്കാറുള്ളത് എന്നിങ്ങനെ വാമ്പയറും പറയുന്നുണ്ട്. ആ ഒരു വേർവൂൾഫ് ആയിട്ടുള്ള ലേഡിയും അവിടേക്ക് വന്നിട്ട് ഇവരുടെ കൂടെ കൂടുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ വീട് നോക്കിയിട്ട് കാട് വഴി ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഒരുപാട് മോൺസ്റ്റർ ഏജൻസ് റോബോട്ടയുടെ വീടിനകോട്ടേക്ക് റോഡ് വഴി വരുന്നുണ്ടായിരുന്നു. ഇവിടെ പാട്ടെല്ലാം വെച്ചിട്ട് മോൺസ്റ്റേഴ്സ് ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു വാമ്പയറും വേർവൂൾഫും നമ്മുടെ റോബോട്ടയും എല്ലാവരും ചേർന്നിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്തേക്കും നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് ഓടി എത്തിയിട്ടുണ്ടായിരുന്നു. അവളിപ്പോ പാട്ടെല്ലാം ഓഫാക്കിയിട്ട് മോൺസ്റ്റർ ഏജൻസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ എന്നിങ്ങനെ ഉറക്കെ വിളിച്ച് പറയാണ്. റോബോട്ടയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് അവിടുന്ന് ഇപ്പൊ ഇറങ്ങി ഓടുകയാണ്. ഈ ഒരു സമയത്തേക്കും വിൻസെന്റിന്റെ ടീം അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാ മോൺസ്റ്റേഴ്സും അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ റോബോട്ട് ആണെന്നുണ്ടെങ്കിൽ നെല്ലയാണ് ഇവള് ചതിച്ചെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. റോബോട്ട് നീ എന്താ നോക്കി നിൽക്കുന്നേ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും എന്നൊക്കെ നെല്ല ഇപ്പോൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്തേക്കും വിൻസെന്റ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവനിപ്പോ ചങ്ങല കൊണ്ട് റോബോട്ടെ ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. റോബോട്ട് ആണെന്നുണ്ടെങ്കിൽ പോകുമ്പോഴും നമ്മുടെ ഹീറോയിനെ തന്നെ അങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. വിൻസെന്റ് നേരെ അവളെ കൊണ്ടുവന്നിട്ട് ഒരു ട്രക്കിൽ കെട്ടിവെക്കുകയാണ്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്തിനാ അവളെ കെട്ടിവെച്ചേക്കുന്നത് എന്നിങ്ങനെ ഹീറോയിൻ ഇപ്പോൾ വിൻസെന്റിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ നെല്ല പറയുന്ന ഒരു കാര്യവും അവിടെ ആരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. റോബോട്ടിനെ ആ ഒരു ട്രക്കിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്യാണ്. ഹീറോയിൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അവൾ ഓടിപ്പോയിട്ട് ആ ട്രക്കിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. ഹാനിബാൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. നെല്ലി നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങ് എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ നെല്ലിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ആ ഒരു ട്രക്കം സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് പോവുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്നിട്ടുള്ള വിൻസെന്റ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ കാറുമായിട്ട് ഇപ്പൊ ആ ഒരു ട്രക്കിനെ ചേസ് ചെയ്തിട്ട് പുറകെ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്നിട്ട് വിൻസെന്റിന്റെ പുറകെ തന്നെ വരികയാണ്. ഇവിടെ വലിയൊരു ചേസ് തന്നെ നടക്കുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രക്ക് കൊണ്ട് കാടിന്റെ ഉള്ളിലൂടെ അതിലെ ഇതിലെന്നെല്ലാം പോയിട്ട് വിൻസെന്റിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവള് പോയിട്ട് ഒരു റെയിൽവേ ഗേറ്റിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഹീറോയിൻ ഇപ്പോൾ പെട്ടെന്ന് അവിടെ വണ്ടി നിർത്തുകയാണ്. ബാക്കിലേക്ക് വന്നിട്ട് റോബോട്ടിനെ തുറന്നു വിടാനായിട്ട് നോക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ റോബോട്ട് ആ ഒരു ഡോറും ചവിട്ടി പൊളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇവരുടെ തൊട്ട് പിന്നിൽ വരുന്നുണ്ടായിരുന്ന വിൻസെന്റ് അവിടെ എത്തിയിട്ടുണ്ട്. അയാളിപ്പോ റോബോട്ടിനെ പിടിക്കാനായിട്ട് വരികയാണ്. എന്നാൽ റോബോട്ട് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ തന്നെ വിൻസെന്റിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ വിൻസെന്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. വിൻസെന്റ് വേഗം അവന്റെ കാറിന്റെ ഉള്ളിലേക്ക് ചാടി കയറുന്നുണ്ട്. ഇപ്പോ കാർ മുഴുവനായിട്ട് അവൻ ലോക്ക് ചെയ്യാണ്. എന്നാൽ ഇത് കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ടുള്ള റോബോട്ട് ആണെന്നുണ്ടെങ്കിൽ വിൻസെന്റിന്റെ കാറ് അങ്ങനെ തന്നെ തള്ളുകയാണ്. എന്നിട്ട് ട്രെയിൻ വരുന്ന ആ ഒരു ട്രാക്കിലേക്ക് അത് തള്ളിക്കൊണ്ടെന്ന് വെക്കുന്നുണ്ട്. ഈ സമയത്തേക്കും ട്രെയിൻ അങ്ങോട്ടേക്ക് എത്താറായിട്ടുണ്ടായിരുന്നു. വിൻസെന്റ് കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യാണ്. എന്നാൽ റോബോട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്തേക്കും നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ട്. റോബോട്ടിനെ അവള് ബാക്കിൽ നിന്നും കെട്ടിപ്പിടിക്കുകയാണ്. റോബോട്ട് ഇവരെല്ലാം വിചാരിക്കുന്ന പോലെ നീ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആളൊന്നുമല്ല, ദയവിതിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, നീ ഒന്ന് നിർത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്തേക്കും ഹാനിബോളും ബാക്കിയുണ്ടായിരുന്ന ടീംസും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഹീറോയിൻ ഇപ്പോൾ വീണ്ടും റോബോട്ടിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, എനിക്കുള്ള ആകെ ഒരു ഫ്രണ്ട് അത് നീ മാത്രമാണ്, നീ നല്ലൊരാളാണെന്ന് ഇവരുടെ എല്ലാവരുടെ മുന്നിൽ തെളിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ റോബോട്ട് ഒന്ന് സ്റ്റക്ക് ആവാണ്. ഇതേ സമയത്ത് തന്നെ ട്രെയിൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. റോബോട്ട് പെട്ടെന്ന് തന്നെ വിൻസെന്റ് ഉണ്ടായിരുന്ന ആ ഒരു കാറ് ട്രാക്കിൽ നിന്നും തള്ളി മാറ്റാണ്. അതുകൊണ്ട് തന്നെ വിൻസെന്റ് ആ ഒരു ട്രെയിൻ ഇടിക്കാതെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ട്രെയിൻ പോയ ഉടനെ തന്നെ ഹീറോയിൻ ഓടിപ്പോയിട്ട് റോബോട്ടിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഞാനൊരു മോൺസ്റ്റർ ഏജന്റ് ആണെന്നുള്ളത് നിന്നോട് പറയാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ നീ അത് കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ഞാൻ നിന്നോട് വളരെ മുന്നേ തന്നെ ആ ഒരു കാര്യം പറയേണ്ടതായിരുന്നു, എന്നോട് ക്ഷമിക്കുന്നൊക്കെ ഹീറോയിൻ ഇപ്പൊ പറയാണ്. അതിനുശേഷം റോബോട്ടിനെ കൂട്ടിയിട്ട് ബാക്കിയുള്ളവരുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ലോകം എന്ന് പറഞ്ഞത് അത് മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ തരത്തിലുള്ള ജീവികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് മാത്രം നിങ്ങൾ ആരും മറന്നു പോകരുത്. ഇവളാണ് എന്റെ ഫ്രണ്ട്, ഇവളുടെ പേര് റോബോട്ട് എന്നാണ് എന്നിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയിൻ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തേക്കും വിൻസെന്റ് കാറിൽ നിന്നും പുറത്തു വരാണ്. അവന്റെ കയ്യിലേക്ക് ക്രോസ് ബോ വെച്ചിട്ട് റോബോട്ടിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്ന ഹാനിബാള് പെട്ടെന്ന് തന്നെ റോബോട്ടിന്റെ മുന്നിലേക്ക് ചാടുകയാണ്. എന്നിട്ട് ആ ഒരു അമ്പ് അവന്റെ കാലിലേക്ക് വാങ്ങുകയാണ്. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്, ഇതൊരു മോൺസ്റ്റർ ആണ്, ഈ കുട്ടി പറയുന്നതിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ ദേഷ്യത്തോടെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടിപ്പോ ലീനയ്ക്കും നല്ല രീതിയിൽ ദേഷ്യം വരാണ്. അവളിപ്പോ വിൻസെന്റിന്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ആ ഒരു അടിയിൽ അവന്റെ പല്ല് സെറ്റ് ഇപ്പോ തെറിച്ച് താഴേക്ക് വീഴാണ്.
സ്റ്റാർട്ടിംഗ് സീനിൽ ഇവന്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അതേ പല്ല് തന്നെയാണ് ഇപ്പോഴും ഹാസാനുള്ളത്. ഒരു പല്ല് സെറ്റ് വെച്ചിട്ട് അത് കവർ ചെയ്തിട്ടായിരുന്നു വിൻസെന്റ് ഇത്രയും നാൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും അവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിൻസെന്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇപ്പോൾ ഹാനിബാൾ പറയാണ്, നമ്മളുടെ റൂൾസിൽ ഞാൻ ചില മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് എങ്ങനെയാണോ ഈ ഒരു ലോകത്ത് ജീവിക്കാനായിട്ടുള്ള അവകാശമുള്ളത്, അതുപോലെ തന്നെ മോൺസ്റ്റേഴ്സിനും അവകാശമുണ്ട്. ഇപ്പോൾ ഹീറോയിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവൾക്കായിട്ട് ഒരു ബാഡ്ജ് ഹാനിബാൾ കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ നെല്ലിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നെല്ലിയുടെ അച്ഛൻ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നെല്ലിക്കാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോകാനായിട്ട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്കൂൾ തുറക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഹാനിബാളിനെയും ലീനേനെയും ഹഗ് ചെയ്തിട്ട് അവിടുന്ന് പോവുകയാണ്. പോകുന്നതിന് മുന്നേ എന്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നെല്ലി അവളുടെ അച്ഛനെയും കൂട്ടിയിട്ട് റോബോട്ടയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നെല്ലിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മോൺസ്റ്റേഴ്സിനെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്തോ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നടക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വാമ്പയർ ആണെന്നുണ്ടെങ്കിൽ നെല്ലിയുടെ അച്ഛനെ പേടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പുള്ളി ഇപ്പോൾ വാമ്പയറിനോട് പറയാണ്, നിന്റെ പല്ല് കാണാൻ നല്ല രസമുണ്ടല്ലോ, ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഉണ്ട്, അടിപൊളി കോസ്റ്റ്യൂം എന്നൊക്കെ ഒരു കമന്റ് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. ഹീറോയിൻ റോബർട്ടിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇതാണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് നെല്ലി ഇപ്പോൾ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതേസമയത്ത് അങ്ങോട്ടേക്ക് ഒരു വേർവോൾഫ് വരികയാണ്. ഇന്ന് ഫുൾ മൂൺ അല്ലാത്തത് നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ നിന്റെ ഹൃദയം ഞാൻ കടിച്ചെടുത്തേനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. നെല്ലിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് എന്താ വട്ടു പിടിച്ചോന്ന് വിചാരിച്ചിട്ട് ഒരുമാതിരി അവരെ തന്നെ അങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗോസ്റ്റുകളെല്ലാം തന്നെ നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ പരിചയപ്പെടുകയാണ്. ഈ ഒരു സമയത്ത് നെല്ലിയും റോബർട്ടയും പുറത്തു വന്നിട്ട് അവരങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സീൻ കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.